പത്തനംതിട്ട ജില്ലാ പഞ്ചായത്തിന്റെ 2026-27 ബജറ്റ് ഇന്ന് അവതരിപ്പിച്ചു. വിപണി സജ്ജമാക്കുന്നതിനാവശ്യമായി ഗ്രാമപഞ്ചായത്തുകളുമായി ചേർന്ന് ജില്ലയിലെ 20 ഗ്രാമപഞ്ചായത്തുകളിൽ അന്തിച്ചന്ത ഒരുക്കുന്നതിന് ആദ്യ ഗഡുവായ 20 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് 2026-27 ബജറ്റ് ഇന്ന് ജില്ലാ പഞ്ചായത്ത് ഹാളിൽ വൈസ് പ്രസിഡന്റ് അനീഷ് വരിക്കണ്ണാമലയിൽ അവതരിപ്പിച്ചു. 14ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാന ബജറ്റാണ് 2026-27 വർഷത്തിൽ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടത്. 2025-26 പുതുക്കിയ ബജറ്റ് ഒറ്റനോട്ടത്തിൽ വർഷാരംഭത്തിലെ മുന്നിരിപ്പ് 25,97,44,555. റവന്യൂ അക്കൗണ്ട് വരുമാനം 7,78,32,000. ക്യാപിറ്റൽ അക്കൗണ്ട് വരവ് 94,76,74,157. ആകെ വരവ് 128,52,52,50,712. റവന്യൂ അക്കൗണ്ട് ചെലവ് 64,23,70,8,602. പുതിയ ഭരണസമിതിയുടെ ആദ്യത്തെ ബജറ്റ് കൂടിയാണ് ഇതെന്ന പ്രത്യേകതയും ഇതിനുണ്ട്. പ്രസിഡന്റ് ദീന മറോയുടെ അധ്യക്ഷതയിലാണ് ബജറ്റ് അവതരിപ്പിച്ചത്. നമ്മുടെ ഈ മലയോര ജില്ലയില് കർഷകരും അതോടൊപ്പം തന്നെ പ്രവാസികളും ഉൾപ്പെടുന്ന ഈ മേഖല, വയോജനങ്ങൾ കൂടുതലായി ഉള്ള പത്തനംതിട്ട ജില്ല, എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു നല്ല ബജറ്റാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ബജറ്റ് അവതരിപ്പിച്ചതുപോലെ തന്നെ അത് പ്രാവർത്തികമാക്കുവാനുള്ള കാര്യങ്ങൾ പ്രസംഗത്തിലൂടെ അല്ല പ്രവൃത്തിയിലൂടെ ചെയ്യുമെന്ന വാക്ക് ഞാനിവിടെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകുകയാണ്.